നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ദേശീയ ഗെയിംസിന്റെ ആരവം. റൺ കേരള റൺ കൂട്ടയോട്ടത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. ബിജെപി പ്രവർത്തകന് പോലീസ് മർദ്ദനം. ബിജെപി പത്തനാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. പത്തനാപുരത്ത് ബാലകൃഷ്ണപിള്ളയുടെ കോലം കത്തിച്ച് കേരള കോൺഗ്രസ് എം പ്രതിഷേധം. 35ാമത് ദേശീയ ഗെയിംസിന്റെ തുയിലുണർത്തലുമായി ജില്ലയുടെ കിഴക്കൻ മേഖല റൺ കേരള റണ്ണിന്റെ ലഹരിയിൽ. വിവിധ മേഖലകളിലായി ആയിരങ്ങൾ കൂട്ടയോട്ടത്തിൽ പങ്കാളികളായി. ദേശീയ ഗെയിംസിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റൺ കേരള റൺ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ആവേശമായി. പുനലൂരിൽ പുനലൂർ നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വിവിധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത്. രാവിലെ 10:30 മാർക്കറ്റ് ജംഗ്ഷനിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ കൂട്ടയോട്ടത്തിന് നേതൃത്വം നൽകി. വിവിധ സ്കൂളുകൾ കൂടി കൂട്ടയോട്ടത്തിൽ പങ്കാളികളായതോടെ പുനലൂർ പട്ടണം ജനസാഗരമായി. കൂട്ടയോട്ടം TB ജംഗ്ഷനിൽ സമാപിച്ചു. പത്തനാപുരം താലൂക്ക് സമാജം സ്കൂളുകളുടെ നേതൃത്വത്തിലുള്ള കൂട്ടയോട്ടം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നിന്നും ആരംഭിച്ച് TB ജംഗ്ഷനിൽ സമാപിച്ചു. 35ാമത് ദേശീയ ഗെയിംസിന്റെ പ്രചരണാർത്ഥം സംസ്ഥാന സർക്കാർ ആഹ്വാനം ചെയ്ത റൺ കേരള റൺ കൂട്ടയോട്ടത്തിന്റെ ആവേശം കുളത്തൂപ്പുഴ പഞ്ചായത്തിലും നിറഞ്ഞുനിന്നു. കുളത്തൂപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് PTA പ്രസിഡന്റ് സാബു എബ്രഹാം സ്കൂൾ കുട്ടികളുടെ ഓട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രവർത്തകർ, പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ, അധ്യാപകർ, പോലീസ് സേന അംഗങ്ങൾ, സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ, വിവിധ ക്ലബ്ബുകൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുളത്തൂപ്പുഴ ടൌൺ പഞ്ചായത്ത് ഓഫീസ് ചുറ്റിവന്ന കൂട്ടയോട്ടം ടൌൺ UPS ഗ്രൌണ്ടിൽ സമാപിച്ചു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭിലാഷ് കുമാർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തവർക്ക് നന്ദിയും ആശംസയും അർപ്പിച്ചു. ഈ ദേശീയ ഗെയിംസ് കേരളത്തിന്റെ മണ്ണിൽ അരങ്ങേറുമ്പോൾ മുഴുവൻ കായിക പ്രതിഭകൾക്കും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഈ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്ത മുഴുവൻ ക്ലബ്ബുകൾ, സ്കൂളുകൾ, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ അംഗങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, മാധ്യമപ്രവർത്തകർ മുഴുവൻ പേരെ ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് ഈ ദേശീയ ഗെയിംസിന് എല്ലാവിധമായ ആശംസകളും ഭാവുകളും നേരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK സാബു, ടൌൺ UPS സ്കൂൾ PTA പ്രസിഡന്റ് സുഭാഷ്, കുളത്തൂപ്പുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ സുധീഷ് കുമാർ, കുളത്തൂപ്പുഴ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോർജ് വർഗീസ് എന്നിവർ റൺ കേരള റണ്ണിന് നേതൃത്വം നൽകി. ദേശീയ ഗെയിംസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും അഭിവാദ്യമർപ്പിച്ചും പത്തനാപുരം ടൌണിന്റെ 12 കേന്ദ്രങ്ങളിൽ നിന്നായി കായിക പത്തനാപുരത്തിന്റെ പരിശീലന കളരിയായ സെന്റ് സ്റ്റീഫൻസ് ഗ്രൌണ്ടിലേക്ക് ഓടിയെത്തിയത് 10,000ങ്ങളായിരുന്നു. പ്രദേശത്തെ മുഴുവൻ വിദ്യാലയങ്ങളും കൂട്ടയോട്ടത്തിൽ അണിനിരന്നു. ദേശീയ ഗെയിംസിന്റെ അഭിവാദ്യങ്ങൾ. പുരോഹിത ശ്രേഷ്ഠന്മാരും ഗാന്ധിഭവൻ, സ്നേഹതീരം ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളുമടക്കം പത്തനാപുരത്തെ മുഴുവൻ ജനകീയ പ്രസ്ഥാനങ്ങളും ദേശീയ ഗെയിംസിന് മുന്നോടിയായുള്ള വിളംബര കൂട്ടയോട്ട പ്രചരണത്തിൽ പങ്കാളികളായി.
ആരംപുന്ന LPSന്റെ നേതൃത്വത്തിൽ ദേശീയ ഗെയിംസിന്റെ ഭാഗമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഇളമ്പൽ ജംഗ്ഷൻ മുതൽ ആരംപുന്ന LPS വരെ 1.5 കിലോമീറ്റർ ദൂരം വിദ്യാർത്ഥികളും PTA അംഗങ്ങളും വിവിധ ക്ലബ്ബ് അംഗങ്ങൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വിവിധ രാഷ്ട്രീയ സംഘടനാ ഭാരവാഹികൾ എന്നിവർ ഓട്ടത്തിൽ പങ്കാളികളായി. ഓടാനായി എത്തിച്ചേർന്നവർക്ക് പുനലൂർ BPO മായ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഇളമ്പൽ വാർഡ് മെമ്പർ ശ്രീദേവി ടീച്ചറുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. അജികുമാർ കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്തു. കാര്യറ RBM TTI വിദ്യാർത്ഥികൾ ഗാനാലാപനം നടത്തി. ഇളമ്പൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇളമ്പൽ വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രഥമാധ്യാപിക സുഷ, മറ്റ് അധ്യാപികമാർ എന്നിവർ കൂട്ടയോട്ടത്തിന് നേതൃത്വം നൽകി. ചിതറ കിഴക്കും ഭാഗത്ത് യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടയോട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ്, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോസ്, പുനലൂർ, പത്തനാപുരം, തെന്മല, ആര്യങ്കാവ്. സ്വാമി വിവേകാനന്ദൻ ആവേശത്തിന്റെ അനന്ത സ്രോതസ്സെന്ന് കായംകുളം ശ്രീരാമകൃഷ്ണാശ്രമം സെക്രട്ടറി D. അശ്വിനി ദേവ് അഭിപ്രായപ്പെട്ടു. സ്വാമി വിവേകാനന്ദന്റെ 152ാം ജന്മദിനാഘോഷം പത്തനാപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ സമുദായത്തിന്റെ ആത്മീയ പുരോഗതിക്കും നന്മയ്ക്കും അമൂല്യ സംഭാവനകൾ നൽകിയും ആധുനിക യുവാക്കളെ സർവ്വ ലൌകിക ദർശനത്തിലേക്ക് ഉയർത്തുകയും ചെയ്ത സന്യാസി ശ്രേഷ്ഠനാണ് സ്വാമി വിവേകാനന്ദൻ എന്ന് D. അശ്വിനി ദേവ് അഭിപ്രായപ്പെട്ടു. സ്വാമി വിവേകാനന്ദന്റെ 152ാം ജന്മദിനവും പത്തനാപുരം വിവേകാനന്ദ കൾച്ചറൽ സെന്റർ ആൻഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ 3ാം വാർഷികവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ മനസ്സിലാക്കാൻ നമ്മുടെ ചില മുന്നൊരുക്കങ്ങളൊക്കെ, ഇത്തരം ആധ്യാത്മിക പ്രതിഭകളെ മനസ്സിലാക്കാൻ നമ്മൾ സാധാരണ ഒരു വിഷയം മനസ്സിലാക്കാൻ ചെന്നിരിക്കുന്നത് പോലെ ഇരുന്നാലോ, അങ്ങനെ ഒരു വിഷയം ഉൾക്കൊള്ളാൻ ഉള്ള ഒരു ഹോംവർക്ക് നടത്തിയാലോ ഒന്നും മനസ്സിലാക്കാൻ എത്താൻ റീച്ച് ചെയ്യാൻ സാധിക്കാത്ത ചില പേഴ്സണാലിറ്റീസ് ഉണ്ട്. അത് എപ്പോഴും സ്പിരിച്വൽ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. അവരിലേക്ക് എത്താൻ നമ്മൾ ചില പഥ്യങ്ങൾ, ചില നിഷ്ഠകൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരെ മനസ്സിലാക്കാനുള്ള ഒരു ഇന്ദ്രിയത്തിന്റെ വാതിൽ തുറക്കണമെങ്കിൽ നമ്മൾ ചില ഇന്ദ്രിയങ്ങളുടെ വാതിലുകളാണ്. സാമൂഹ്യ പുരോഗതിക്ക് എക്കാലവും ആവേശത്തിന്റെ അനന്ത സ്രോതസ്സായിരുന്നു സ്വാമി വിവേകാനന്ദൻ. സർവ്വമതങ്ങളും സത്യമാണെന്ന് തെളിയിക്കുന്ന വിവേകാനന്ദ ദർശനങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ മഹാമനുഷ്യനെ ഓർമ്മിക്കുന്നത് മഹത്വപൂർണമാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. രമാ ബാലചന്ദ്രന്റെ വിവേകാനന്ദ കാവ്യാർച്ചനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. പത്രപ്രവർത്തകനും സംഘടനയുടെ രക്ഷാധികാരിയുമായ ആവണീശ്വരം ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സുഭാഷ് പട്ടാഴി, പെരവന്തൂർ ഗോപാലകൃഷ്ണൻ, KK ബാബു, ഷമീർ കായംകുളം എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് മഞ്ചുള്ളൂർ ശ്രീകുമാർ സ്വാഗതവും സെക്രട്ടറി M. മനോഹരൻ നായർ നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് കുമാരി ക്ഷേത്ര ആദർശ്, ലക്ഷ്മി പ്രശോഭ് തുടങ്ങിയവർ അവതരിപ്പിച്ച നൃത്യങ്ങളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. BJP പിറവന്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ BJP പത്തനാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി ഉദ്ഘാടനം ചെയ്തു.
പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കരിമ്പാലൂർ സ്വദേശിയും BJP പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയുമായ ബിനുവിനെയാണ് പത്തനാപുരം SI സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിച്ചതായി ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് BJP പിറവന്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പള്ളിമുക്കിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ജംഗ്ഷനിൽ പുനലൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉന്തുന്തള്ളുമുണ്ടായി. തുടർന്ന് ചേർന്ന പ്രതിഷേധ ധർണ BJP പത്തനാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, പത്തനാപുരം പോലീസ് സ്റ്റേഷൻ ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്. ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെത്തുന്ന കേസുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ജനങ്ങളോട് ഏതു തരത്തിൽ മൈത്രിയായിട്ട് പെരുമാറണം എന്നതിന്റെ ഉദാഹരണമായിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനാണ് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. ആ ജനമൈത്രി പോലീസ് സ്റ്റേഷനിലാണ് ഈ ബിനു എന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരനെ ക്രൂരമായിട്ട് അടിനാഭിക്ക് മുട്ടുകാല് കയറ്റി വെച്ചിരിക്കുകയും ഇവിടെ ഇതിന് നേതൃത്വം കൊടുത്ത എന്താ പറയുന്ന ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള SI ശരിക്കും കാട്ടാളമെന്ന് അഭിലാഷ് വിശേഷിപ്പിച്ചു. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് മാനസിക രോഗമുണ്ടോ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ SIയുടെ കാര്യത്തിൽ ഞങ്ങൾ സംശയിക്കുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് ചമ്പ്രാമൻ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മാലൂർ ഉണ്ണികൃഷ്ണൻ, പാതിരിക്കൽ ശശി, വിളക്കുടി ചന്ദ്രൻ, രാജഗോപാൽ, കറവൂർ കണ്ണൻ, സേതു നെല്ലിക്കോട്, സുഗൂപി ഉണ്ണിത്താൻ, സുജി കവലയിൽ, രതീഷ് ചന്ദ്രൻ, അനിൽ പുന്തല, എലിക്കാട്ടൂർ രാജേന്ദ്രൻ, വിശ്വനാഥൻ ആചാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറയിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റിന് ശാപമോശം. സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് ദീർഘനാളുകളായി സൂപ്പർ മാർക്കറ്റിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയായിരുന്നു. സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് പ്രവർത്തനം ഭാഗികമായി നിലച്ചിരുന്ന ചിതറ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് വീണ്ടും സജീവമായി പ്രവർത്തനം ആരംഭിച്ചു. സാധനങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ഏറെ നാൾ മന്ദഗതിയിലായിരുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ എല്ലാവിധ സാധനങ്ങളും എത്തിക്കഴിഞ്ഞു. മറ്റ് മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ 5 മുതൽ 10 വരെ വിലക്കുറവിലാണ് ത്രിവേണിയിൽ കൂടി ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ ലഭിക്കുന്നത്. സാധനങ്ങൾ എത്തിയതോടെ ഉപഭോക്താക്കളുടെ തിരക്കും വർദ്ധിച്ചിരിക്കുകയാണ്. സാമ്പത്തിക മാന്ദ്യത്താൽ സ്ഥലത്തെ ചില ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ അടച്ചിരുന്നു. ചിതറയിലെ സൂപ്പർ മാർക്കറ്റും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ ആയിരുന്നു. എന്നാൽ വീണ്ടും പ്രവർത്തനം തുടങ്ങിയത് പ്രദേശവാസികൾക്ക് സഹായകരമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാസംഗമം 2015 സംഘടിപ്പിക്കുന്നു. ജനുവരി 24 മുതൽ 26 വരെ കുളത്തൂപ്പുഴയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിഭാ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ആലോചനാ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭിലാഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. വിവിധ സ്കൂളുകളിലെ പ്രഥമ അധ്യാപകർ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ എന്നിവർ ആലോചനാ യോഗത്തിൽ പങ്കെടുത്തു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 20ഓളം സ്കൂളുകൾ പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കും. 24, 25 തീയതികളിൽ കുട്ടികളുടെ കലാമത്സരങ്ങളും 26-ന് റിപ്പബ്ലിക് ദിന റാലിയും പ്രതിഭാ സംഗമവും രവീന്ദ്രൻ മാസ്റ്റർ അനുസ്മരണവും നടക്കും. കലാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭിലാഷ് കുമാർ അറിയിച്ചു. ഈ എല്ലാ തവണയും പോലെ ഈ വർഷവും അതിഗംഭീരമായി വളരെ നല്ല മനോഹരമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിന് കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്തിന്റെ ട്രോഫി മാത്രമാണ് നൽകിയിരുന്നത് എങ്കിൽ ഇപ്രാവശ്യം 10,001 രൂപ സമ്മാനമായി ക്യാഷ് പ്രൈസായി നൽകുന്ന ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ആർ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ പത്തനാപുരത്ത് കേരള കോൺഗ്രസ് എം പ്രവർത്തകരുടെ ഉജ്ജ്വല പ്രകടനം. പ്രകോപന മുദ്രാവാക്യം മുഴക്കിയ പ്രവർത്തകർ ബാലകൃഷ്ണപിള്ളയുടെ കോലം കത്തിച്ചു. ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ നേതാവ് ബിജു രമേശുമായി കേരള കോൺഗ്രസ് എം നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയും ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് നടത്തിയ ഫോൺ സംഭാഷണത്തിലൂടെ KM മാണി പലരിൽ നിന്നും കോടികൾ കോഴപ്പണം വാങ്ങി എന്ന പുതിയ ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ പത്തനാപുരത്ത് ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. കല്ലിങ്കടവിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി KSRTC ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് പ്രവർത്തകർ ആർ ബാലകൃഷ്ണപിള്ളയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു.
പ്രതിഷേധ യോഗം KLDC ചെയർമാൻ ബെന്നി കക്കാട് ഉദ്ഘാടനം ചെയ്തു. പോറ്റി വളർത്തിയ നേതാക്കന്മാരെയും UDF-നെയും ഒറ്റിക്കൊടുത്തുകൊണ്ട് കഴിഞ്ഞ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി നിരന്തരം പോരാടി അത് കിട്ടാതെ വന്നപ്പോൾ കൊതിക്കുറവ് കൊണ്ട് UDF-നെ ഉന്മൂലനം ചെയ്യാമെന്ന് ധരിച്ചാൽ ഞങ്ങൾ കേരള കോൺഗ്രസ് UDF-ന്റെ ഭാഗമാണ്. കേരളത്തിൽ UDF ഉണ്ടാക്കാൻ നട്ടെല്ലോട് നിന്നിട്ടുള്ള കേരള കോൺഗ്രസ് മുസ്ലിം ലീഗ് അടങ്ങുന്ന ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്ന ഘടകകക്ഷികളായി ഞങ്ങൾക്ക് ഒരു മാറ്റവും ചാഞ്ചാട്ടവുമില്ല. ഞങ്ങളുടെ നേതാവിനെ ആരൊക്കെ കരുതേറ്റ് ശ്രമിച്ചാൽ പോലും ഒരു മുന്നണിയിൽ ദീർഘകാലമായി 3 പതിറ്റാണ്ടോളമായി നിൽക്കുന്ന ഒരു മുന്നണി നിന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കേരള കോൺഗ്രസ് നേതാവിന് കഴിയും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്വർണം വെള്ളിയില്ല. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ദേശീയ ഗെയിംസിന്റെ ആരവം. റൺ കേരള റൺ കൂട്ടയോട്ടത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. BJP പ്രവർത്തകന് പോലീസ് മർദ്ദനം. BJP പത്തനാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. പത്തനാപുരത്ത് ബാലകൃഷ്ണപിള്ളയുടെ കോലം കത്തിച്ച് കേരള കോൺഗ്രസ് എം പ്രതിഷേധം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.